ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 1999 ഇന്ത്യയിൽ നടന്ന ഒരു ഹൈജാക്ക്, കാണ്ടഹാർ ഹൈജാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിനെ അടിസ്ഥാനമാക്കി എടുത്തൊരു സീരീസാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 1999 ഇന്ത്യൻ എയർലൈൻസ് ഹൈജാക്ക് ചെയ്ത സംഭവം, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു വലിയൊരു തോൽവി എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമായിരുന്നു 1999 ആ ഹൈജാക്ക്, ഇന്ത്യൻ എയർലൈൻസിന്റെ ഹൈജാക്ക് കാണ്ടഹാർ. നിങ്ങൾക്കറിയാം, ഇതിനെക്കുറിച്ച് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ ലാലേട്ടൻ അഭിനയിച്ച. പക്ഷേ അതിൽ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഫിക്ഷൻ തന്നെയായിരുന്നു സംഭവം. അതായത് അവർ എന്താ പറയുക, ബന്ദികളൊക്കെ രക്ഷിക്കുന്ന രീതിയിലായിരുന്നു അതിൽ കാണിച്ചത്. പക്ഷേ ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞത് ആ റിയൽ ഇൻസിഡന്റ് എങ്ങനെയാണോ അത് കൃത്യമായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്തത് പോലെയാണ് ഈ ഒരു സീരീസ് എടുത്തിട്ടുള്ളത്. സീരീസിന്റെ പേര് വരുന്നത് IC-814 ദ കാണ്ടഹാർ ഹൈജാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. വിജയ് വർമ്മ, അരവിന്ദ് സ്വാമി, നസ്രുദ്ദീൻ ഷാ, പങ്കജ് കപൂർ, ദിയ മിർസ എന്നിവരൊക്കെയാണ് ഈ ഒരു ക്രൈം ഡ്രാമ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 6 എപ്പിസോഡുകളാണ്, ഒരു മിനി സീരീസാണ്. 6 എപ്പിസോഡുകളാണ്, ഏകദേശം 40-45 മിനിറ്റുകൾ അടങ്ങുന്ന 6 എപ്പിസോഡുകളാണ്. ഒരു ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40-45 മിനിറ്റുകളാണ്. 4.5 മണിക്കൂറിൻ്റെ അടുത്താണ് ഈ സീരീസിന്റെ മൊത്തം ദൈർഘ്യം വരുന്നത് എന്നുള്ളതാണ്. ഒരു ഹൈജാക്ക് എന്ന് കേൾക്കുന്ന സമയത്ത്, ഹൈജാക്ക് സിനിമ സീരീസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാവും ഒരു സീറ്റ് അഡ്ജ് ത്രില്ലിംഗ് സംഭവമാണെന്നുള്ള, അടുത്തത് സംഭവിക്കുന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. ആ ഒരു വിചാരത്തിലേക്ക് നമ്മൾ സീരീസും കാര്യങ്ങളൊക്കെ സിനിമകളൊക്കെ കാണാതിരിക്കുക ഹൈജാക്ക് എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ ഒരു സീരീസ് ഒരു ക്രൈം ഡ്രാമയാണ്. ഡ്രാമ മീൻസ് റിയൽ ആയിട്ടുള്ള ശരിക്കും നടന്ന ആ ഒരു സംഭവം അതേപോലെ ഇങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത സംഭവമാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ശരിക്കും നടന്ന സംഭവമാണല്ലോ. അപ്പോൾ അത് നമുക്ക് എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്നുള്ള അറിയാനുള്ള ആ ഒരു ജിജ്ഞാസ ഉണ്ടാവില്ല. ആ ഒരു സംഭവമാണ് ഈ ഒരു സീരീസ് എന്നെ കാണാൻ പ്രേരിപ്പിച്ചതും. അതുകൂടാതെ ഈ ഹൈജാക്കേഴ്സിന്റെ അവരുടെ എന്തൊക്കെയായിരുന്നു, അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ്, എന്തൊക്കെയായിരുന്നു അവരുടെ ഡിമാൻഡ്സ്, 4-5 തീവ്രവാദികളെ വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. അതൊക്കെ ശരിക്കും നടന്ന സംഭവമാണ്. അത് അങ്ങനെ തന്നെയാണ് ഇതിൽ കാണിച്ചത്. കുറേ നെഗോഷിയേഷൻസ് നടന്നു. അതങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ആ ഉദ്യോഗസ്ഥന്മാർ, ഇവർ തമ്മിലുള്ള അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഒരു സംഭവങ്ങൾ, അതൊക്കെയാണ് ഈ സീരീസിൽ മൊത്തത്തിൽ കാണിച്ചു പോകുന്നതാണ്. ഹൈജാക്ക് സംഭവങ്ങളും ഫസ്റ്റ് 1-2-3 എപ്പിസോഡിലൊക്കെ അതിന് ഫ്ലൈറ്റ് എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ, ഈ ഓഫീസർമാരുടെ അവരുടെ മോചിപ്പിക്കാൻ ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ സീരീസ് എന്നുള്ളതാണ്. അവസാനം എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാം, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം. എന്താ വെച്ചാൽ നമ്മൾ കേട്ടറിഞ്ഞ സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. ആ ഒരു ഹൈജാക്ക് എത്ര തീവ്രവാദികളെ വിട്ടുകൊടുത്തതിന് ശേഷമാണ് ഈ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവത്തിൽ എന്നുള്ളതാണ്. എത്ര ആൾക്കാരെ വിട്ടുകൊടുത്ത ശേഷമാണ് ബാക്കി 175ഓളം യാത്രികരും 15ഓളം എന്താ പറയുക, അതിലെ എയർ ഹോസ്റ്റസ്, പൈലറ്റ്സ് എല്ലാവരെയും കൂടി വിട്ടയച്ചതെന്നുള്ളതാണ്. അത് ഒരു ദൃശ്യവൽക്കരണം തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സംഭവങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ റിയൽ ആയിട്ട് ആ ഒരു സംഭവത്തിന്റെ റിയൽ സംഭവം കൂടി, ആ ഒരു ക്ലിപ്പിങ്സും കൂടി കാണിക്കുന്നുണ്ട് ചില രംഗങ്ങളിലൊക്കെ എന്നുള്ളതാണ്. ഈ പൈലറ്റായിട്ട് വന്ന നമ്മുടെ വിജയ് വർമ്മന്റെ കഥാപാത്രം പൈലറ്റായിട്ട് വന്ന റിയൽ ഇൻസിഡന്റിൽ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു സീരീസിന്റെ ആ കഥ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഈ ഒരു സംഭവങ്ങളും കാണിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് ആ ഒരു അത് നമ്മൾ സീരീസ് കാണിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ റിയൽ ആയിട്ട് നടന്ന ആ ഒരു വാർത്താ സമ്മേളനവും കാര്യങ്ങളും അങ്ങനത്തൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ എന്നും പറയാം. പക്ഷേ ഡോക്യുമെന്ററി അല്ലാനും ഒരു എന്താ പറയുക, ഒരു സിനിമാറ്റിക് സ്റ്റൈലും കൂടി ആക്കിയിട്ടാണ് ഈ ഒരു സീരീസിനെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാം. നല്ലൊരു സീരീസാണ്, ഒരു മിനി സീരീസാണ്. ഒരു 4.5 മണിക്കൂർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിൽ 1999 ശരിക്കും നടന്ന ഒരു സംഭവം, അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരണം എന്നൊക്കെ പറയാം. എനിക്കിഷ്ടപ്പെട്ടു. സാറിന് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ഒരു ഒഴുക്കിലിങ്ങനെ കണ്ടുപോയതാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി,
തമിഴ്, തെലുങ്ക് 3 ഭാഷകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടു നോക്കാവുന്ന സീരീസാണ്. കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.